നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ലൈഫിൽ ഓരോ സ്റ്റേജിലും നമ്മൾ എത്ര വെച്ച് നമ്മൾ സേവ് ചെയ്യണം എന്നുള്ളത്? നമുക്കിന്ന് നോക്കിയാലോ. 25 വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ വരുമാനത്തിന്റെ കുറഞ്ഞ് 20% സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യണം. ഇനിയിപ്പോൾ 30 വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ ടോട്ടൽ സേവിങ്സ് നിങ്ങൾ ഇയർലി ഇൻകം ആയിട്ട് നിങ്ങൾ മാച്ച് ആവണം. ഇനിയിപ്പോൾ 40 വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ ടോട്ടൽ സേവിങ്സ് ആനുവൽ സാലറിയുടെ 3 ഇരട്ടി ആവണം. ഇനിയിപ്പം 50 വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ ടോട്ടൽ സേവിങ്സ് ആനുവൽ ഇൻകത്തിന്റെ 6 ഇരട്ടി ആവണം. അതുപോലെ തന്നെ 60 വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ ആനുവൽ സാലറിയുടെ ഒരു 8 ഇരട്ടി നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവണം. അതായത് ഇപ്പം നിങ്ങൾ 25-ാം വയസ്സിൽ മാസം 30,000 രൂപ വെച്ച് നിങ്ങൾ തുടങ്ങുവാണെങ്കിൽ നിങ്ങളുടെ സാലറിയുടെ 20%, അതായത് മാസം 6,000 രൂപ വെച്ച് 12% ആനുവൽ റിട്ടേൺസ് നൽകുന്ന ഒരു SIP-യിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 60 വയസ്സാകുമ്പോഴേക്കും 3,30,00,000 രൂപയിലധികം നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ സേവിങ്സ് റൂൾ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 3,30,00,000 രൂപ 60 വയസ്സാകുമ്പോഴേക്കും ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 41 ലക്ഷം രൂപ വരുമാനം വേണം. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ സാലറി കുറവാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സോ നിങ്ങളിപ്പം ഏത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ആ താഴെ കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യുക.